അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അതല്ല ഹാപ്പി ഈസ്റ്റർ പറയടി. ആ ബെസ്റ്റ്. നിന്നെ മറ്റേ ക്യാമറ കൂടെ കാണിച്ചല്ലേ ഹാപ്പി ഈസ്റ്റർ പറയാൻ വേണ്ടി പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഉള്ള യുഎസിലാണ്. ഇപ്പോൾ പിള്ളേർക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഈസ്റ്റർ എഗ്സ് ഒന്നും എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈസ്റ്റർ എഗ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് കണ്ടല്ലോ, ഇത് മൊത്തം ഈസ്റ്ററിന് ഉള്ള സർപ്രൈസാണ്. ഇതിനകത്ത് എല്ലാം മുട്ടായുണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. പിള്ളേരെ എൻ്റർടൈൻഡ് ആക്കി വെക്കാനായിട്ട്. ഇതിൻ്റെ ഹിസ്റ്ററി എനിക്കറിയത്തില്ല. ഈസ്റ്റർ എഗ്സിൻ്റെ ഹിസ്റ്ററി ആയിരുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം വായിക്കുന്ന ആൾക്കാർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ശരിക്കും 18 മുട്ടയാണ് വേണ്ടത്. ഇപ്പോൾ എൻ്റെ അത്ര ഇല്ല. ഞങ്ങൾ ചുമ്മാ പിള്ളേർക്ക് 3 പേർക്ക് അന്നക്കൊച്ചും ലൂക്കാപ്പിയും കുഞ്ഞുമറിയും ആയിരിക്കും കളിക്കുന്നത്. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഈ മുട്ട എല്ലാം ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി പോവാണ്. ഇതിനകത്ത് എല്ലാത്തിനകത്തും ഓരോ ഗിഫ്റ്റ് ഉണ്ട്. ഒരെണ്ണത്തിനകത്ത് ഒരു നോട്ട് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് പ്രൈസ് ആണ് കേട്ടോ. ഗ്രാൻഡ് പ്രൈസിൻ്റെ പോക്കറ്റിലുണ്ട് ഞാൻ കാണിച്ചത്. ഇതാണ് ഗ്രാൻഡ് പ്രൈസ് കേട്ടോ. പിള്ളേർക്ക് ചുമ്മാ സന്തോഷം. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയാണ് നമ്മുടെ പറമ്പിൽ ഫുള്ള് ഓരോ സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് പിള്ളേരുടെയൊക്കെ അകത്ത് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഗ്രാൻഡ് പ്രൈസ് ആണ്. ഇത് ഞാനിട്ട് പോക്കറ്റ് ചെയ്യട്ടെ. ഏറ്റവും അവസാനം ഒളിപ്പിക്കാം. എന്നിട്ട് ഇവരോട് ഇത് കണ്ടുപിടിക്കാൻ പറയും. കണ്ടുപിടിച്ച് കഴിയുമ്പോഴേക്ക് അവർക്ക് അന്ന് ഗിഫ്റ്റ് കിട്ടും. അതാണ് സംഭവം കേട്ടോ. അഞ്ചു, നീ നിന്റെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കളിയെല്ലാം കളിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനും കളിച്ചിട്ടില്ല. ഈസ്റ്റർ എഗ്സ് നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മളിത് ഹൈഡ് ചെയ്യാൻ വേണ്ടി പോകണം. ഇത് കണ്ടല്ലോ അച്ചാച്ചൻ്റെ ഗാർഡനാണിത്. ഇത് കാണിച്ചു കൊടുത്തേ. ഫുള്ള് റോസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി നിൽക്കുവാണ് കേട്ടോ. എല്ലാ കളറും ഉണ്ട്. റോസ് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അടിപൊളി. വാ, രണ്ടെണ്ണം വെച്ചോ അവിടെ. ഒരെണ്ണം മതി. ഒരെണ്ണം ടോട്ടൽ 1 2 ഇതിനകത്ത് കയറ്റി വരണം നമുക്ക്. ഇതിനകത്ത് ചുമ്മാ അങ്ങനെ വെച്ചാ മതി. 3 അങ്ങനെ മൂടിയില്ലല്ലോ, ചരിച്ചിട്ടാ മതി കയറ്റി വെച്ചിട്ട്. ശ്രദ്ധിക്കത്തില്ല. അവിടെ വെച്ചാൽ താഴെ പോയിരിക്കും. ഇതേ ഇതിന്റെ ഇടയ്ക്കകത്ത് പിള്ളേർക്ക് കാണാൻ പറ്റത്തില്ല. അന്നത്തുമ്പോ താഴെ ഇവിടെ എവിടെയെങ്കിലും ഇട്ടാ മതി. 5 6 അതിനകത്തൂടെ ഒക്കെ ഇടാം ഓരോന്ന്. 7 ഗ്രാൻഡ് പ്രൈസ്. ഇനിയിപ്പോ ഗ്രാൻഡ് പ്രൈസ് കിട്ടാനായിട്ടാണ് അന്നക്കൊച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അന്നക്കൊച്ച് അവിടെ നിന്ന് നോക്കുന്നുണ്ടോ എനിക്ക് സംശയം. ഇതാണ് ഗ്രാൻഡ് പ്രൈസ് കേട്ടോ. ചെറിയ 7 അല്ലേ? അത് പക്ഷെ പെട്ടെന്ന് കാണുമല്ലോ. ഇതിനകത്ത് മുട്ടായി ഞാൻ കാണിച്ചത് കേട്ടോ. ഇതുണ്ടോ? നല്ല മുട്ടായി എന്ന് പറഞ്ഞാൽ എനിക്കും വേണമല്ലോ. ചോക്ലേറ്റ് ആണോ? ഭയങ്കര ചോക്ലേറ്റ് ആണോ? കഴിക്കാൻ തോന്നും, പക്ഷെ എന്നിട്ട് കഴിച്ച് ഭയങ്കര റിഗ്രറ്റ് അടിക്കുന്ന ഒരു സാധനം ഇപ്പൊ. ഞാൻ ഷുഗർ കെട്ടിട്ട് ഒത്തിരി ആളായി കേട്ടോ. സ്ട്രോബെറി ചോക്ലേറ്റ് 8 ആണോ? 9 കട്ടില്ല. അങ്ങ് മൂലക്കരണം. അത് ഈസി ആയിട്ട്. ഇനി കുഞ്ഞാപ്പൂനൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാറുണ്ടോ? 2 കുഞ്ഞാപ്പൂനൊന്നും ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കാറുണ്ട്. നമ്മള് വെച്ചില്ലേ ഇതിനകത്തൊന്നും. 2 അവിടെ. ഓക്കെ. ഹലോ കുട്ടീസ്, പിള്ളേർ. അയ്യോ സോറി. ഓൾ പിള്ളേരെന്തേ? പിള്ളേരെ വിളിക്കുക എല്ലാവരെയും. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. വിളിച്ചോ അന്ന കൊച്ചേ. പിള്ളേര് മാത്രമല്ല. അത് വേണം അല്ലേ? ഓക്കെ. ഇവർ പിള്ളേർ ഫുള്ള് കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് റെഡി ആയിട്ടാണ് വരുന്നത് കേട്ടോ. ബാസ്ക്കറ്റ് ആൻഡ് ഹെയർ ബാൻഡ് വെച്ച് നോക്കിയിട്ട് വരട്ടെ അവരെ. കുഞ്ഞാപ്പൂ വരുന്നത് ഞാനൊന്ന് എന്തൊക്കെ എന്റർടൈൻമെന്റ് പിള്ളേർക്കുള്ള അല്ലേ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. കുഞ്ഞാപ്പൂ വരുന്നത് ഞാനൊന്ന് നോക്കട്ടെ. അല്ല വെക്കാൻ പോവാ. കുഞ്ഞുമോയിൽ വന്നു. കുഞ്ഞുമോയിൽ മുട്ട എടുക്കാൻ ലൂക്കേക്ക് വെച്ചു. വേണ്ട, ലൂക്കേക്ക് അടുത്ത് വെച്ചു. അന്നെ കൊച്ചിനാ അതെന്നാ സാധനം വെച്ച സാധനം മാറിപ്പോയി കേട്ടോ. ആ എടി അത് കൊടുക്ക, അല്ലെങ്കിൽ സിസി വെച്ച് തരത്തില്ല. ലൂക്കേക്ക് വെച്ചു കൊടുക്കുക. അത് വേണ്ട, അവിടെ ലൂക്കേക്ക് വെച്ചു കൊടുക്കുക. എന്നാ അത് എടുത്തോണ്ടോ. ബാബാ എല്ലാ പിള്ളേരും ബാ, പുറത്തിറങ്ങ്. പാപ്പേ നിക്കുനെ എടുത്തോണ്ട് വരും. 2 മൊയിലും കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് റാബിറ്റ്. ഇനി വന്നേ റാബിറ്റേ. ചാടി വന്നേ. മൊയിൽ വരുന്നല്ലോ വന്നേ. ആ ഇതുണ്ടോ കുഞ്ഞുമറി? മൊയിൽ വന്നല്ലോ വന്നേ. ബാ
നമ്മുടെ വീട്ടിൽ ബണ്ണി വരുന്ന പോലെ ബണ്ണേ ഇങ്ങനെയാണോ ബണ്ണി വരുന്നത്? ഇതാരാ ഇതാരാ? ഇത് മൊയല്. ആരാ മൊയല്? ലൂക്കാ മൊയൽ എന്തി? ലൂക്കാ മൊയല്. ആ ഒരു ബാസ്ക്കറ്റ് കുഞ്ഞുമരത്തിന് ഇത് പിടിച്ചേ. ഇന്ന് എന്നെ കൊച്ചു ബാസ്ക്കറ്റ് പിടിച്ചേ. ഓക്കെ റെഡി സ്റ്റഡി ഗോ പറയുമ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ നിൽക്കുക, എല്ലാവരും റെഡി ആയിട്ട് തന്നെ. അപ്പൊ ഈ ഗെയിം കണ്ടോ? ഒന്നും മനസ്സിലായി. അത് ഈ വീഡിയോ കണ്ടപ്പോഴേക്ക് പപ്പയ്ക്ക് മനസ്സിലാകും കേട്ടോ ഫുൾ സ്റ്റോറി. എന്നെ കൊച്ചു ഈസ്റ്റർ എഗ്സിന്റെ കഥ ഉണ്ടെന്ന് നിനക്കറിയോ? ഇല്ല, അതറിയാവുന്ന ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു 2 എണ്ണം ഞാൻ പിള്ളേർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പിള്ളേർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ റെഡി സ്റ്റഡി ഗോ പറയുമ്പോ യെസ്. വാല് ഓക്കെ റെഡി സ്റ്റഡി ഗോ. എല്ലാരും എടുത്തോ വേണേ. അതിനെ വെച്ച് എടുത്തോ. ലൂക്ക വാ, ലൂക്ക കയറി കാണിച്ചു. ലൂക്കനെ പറഞ്ഞ കാണിച്ചു കൊടുക്കാം കേട്ടോ. ലൂക്ക ഇങ്ങ വാ. ലൂക്ക ഇവിടെ സെർച്ച് ചെയ്തേ. ഇവിടെ എഗ് ഉണ്ട്, സെർച്ച് ചെയ്തേ. അന്നക്കൊച്ച ആണ്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അന്നക്കൊച്ചിന് മിക്കാറും കിട്ടും. അറിയാണ്ട് അന്നക്കൊച്ചിന് കിട്ടിയടി പറഞ്ഞെങ്കിലും. ലൂക്ക് ഇവിടെ സെർച്ച് ചെയ്തേ. ഇവിടെ സെർച്ച് ചെയ്തേ. എടി ഇവിടെ നോക്കണം. ഇവിടെ നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ. ലൂക്ക് ഇവിടെ നോക്കിയേ. ആണ് ലൂക്കൊക്കെ കിട്ടി. ആണ്ടെ കുഞ്ഞാപ്പൂന് കിട്ടി. എന്തിയേ പെറുക്കി കൊണ്ട് വാ. ഓപ്പൺ ചെയ്ത് പിന്നെയാ ബക്കറ്റിലിട്ട്. അന്നക്കൊച്ചിന് ഇവിടെ കിട്ടിയത് സ്ട്രോബെറിന്ന് കിട്ടിയോ? ഓക്കെ ലൂക്ക നെക്സ്റ്റ് ഓട്. ലൂക്ക ഓടിപ്പോയി നോക്കിയോ. സാധനം ഉണ്ട് കേട്ടോ, മുട്ടായി ഉണ്ട് എല്ലാത്തിനകത്തും. ആ ലൂക്കയ്ക്ക് ഇപ്പോഴാ മൂടായത് കേട്ടോ. കുഞ്ഞാപ്പ അവിടെ നോക്കി. ആടാ ആ ബക്കറ്റിൽ പോയി നോക്കിക്കേ. ഇതിനകത്ത് നോക്കിക്കേ. ഇതിനകത്ത് നോക്കിക്കേ. കുഞ്ഞാപ്പൂര് അടുത്ത് കിട്ടി. വാ ലൂക്കാനെ അടുത്ത് കാണിച്ചു തരാം. വാ കുഞ്ഞുപഴത്തിന് 2 എണ്ണം കിട്ടി. അന്നക്കൊച്ച എത്ര കിട്ടിയേ? 3 എണ്ണം. ലൂക്ക വാ. ലൂക്ക ഇങ്ങോട്ടോ. ലൂക്ക കുഞ്ഞുമറിയും പെട്ടെന്ന് തപ്പിക്കുക കേട്ടോ. അവന്റെ എടുക്കല്ലേ. ലൂക്ക വാ. ലൂക്ക ഇങ്ങോട്ട് വാ. ലൂക്ക ഇങ്ങ് വാ. അതിന് അണ്ടറി നോക്ക്. ഇത് തുറക്ക്. ലൂക്കയ്ക്ക് കിട്ടി 2 എണ്ണം. ഇനി ക്ലൂ തരാം. ക്ലൂ ഓക്കെ എല്ലാരും വാ ഇങ്ങോട്ടോ. വാ ക്ലൂ തരാം. വാ കുഞ്ഞുമരത്തിനെ കൂടെ കൊണ്ടുവാ. ഫാമിന്റെ അവിടെ 3 എണ്ണം ഉണ്ട്. കേട്ടോ. പപ്പയുടെ ചീരകൃഷി ആരും കളയാതെ പപ്പ നോക്കിക്കോ കേട്ടോ. ഫാമിന്റെ അവിടെ 3 എണ്ണം ഉണ്ട്. ഫാമിനകത്തല്ല, ചെടിക്കകത്തൊന്നുമില്ല. അന്നക്കൊച്ചിന് കിട്ടിയോടി. ലൂക്ക നോക്ക്. വേണ്ട നിൽക്കണോ ചേച്ചി ചേച്ചി വരുന്നത്. കുഞ്ഞുമരത്തിന് കിട്ടിയോ? ഇനി സൂപ്പർ ഗ്രാൻഡ് പ്രൈസ് ഉണ്ട്. അത് കിട്ടിയിട്ടില്ല. കുഞ്ഞാപ്പൂര് 2 എണ്ണം കിട്ടിയുള്ളൂ കേട്ടോ. ഒരെണ്ണം എടുപ്പിക്കാൻ കൊണ്ടുപോവാണേ. തപ്പ് വാ എല്ലാരും വാ. ബക്കറ്റായിട്ട് വാ. ഇനി വന്നിട്ട് ബക്കറ്റ് ഓപ്പണിംഗ് സെറിമണിയാ. ഇത് ഞാൻ ഇന്ന് റോസ് കാണുന്ന കേട്ടോ. ഇതെന്നാ വിരിഞ്ഞത്? അന്ന് ഞാൻ കാണാത്തല്ല. അടിപൊളി. ഇതോ? ഓ ഇത് കറക്റ്റ് നമ്മുടെ മറ്റേ ഇതല്ലേ മറ്റേ വാലന്റൈൻസ് ഡേക്ക് കൊടുക്കുന്നേ. അതെ റോസ് വാട്ടറിന്റെ ഒക്കെ വേണം.
സൗന്ദര്യമാണ്. വാ എല്ലാരും വാ എല്ലാരും വാ തറയിൽ ഇരുത്തിക്കേ ലൂക്കനെ ഇരുത്തിക്കേ. ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാ? എല്ലാരും തുറന്നു. ലൂക്ക തുറക്ക്. ഒന്നുമില്ലേ അത് MD എഗ് അടുത്ത്. അയച്ചോടാ അവന് കൊടുക്കാം നമുക്ക്. അടുത്ത തുറക്ക് ലൂക്ക. ലൂക്കയ്ക്ക് ഒന്നുമില്ല ഒരെണ്ണം കുഞ്ഞാപ്പ് കൊടുക്കാവോ? അത് അവള് കൊടുക്കാം. ലൂക്ക ഇതെവിടെ കിട്ടിയാ? രണ്ടെണ്ണം കിട്ടിയോ? ലൂക്കാക്കോ ഇനിയുണ്ട്. ഇത് ലൂക്ക തുറക്ക്. ആണ്ടേ അതെന്നാടി അത്? നീ പറഞ്ഞു നിനക്ക് കിട്ടുന്ന ഗ്രാൻഡ് പ്രൈസ്. ഞാൻ ഓർത്ത അവക്കായിരിക്കും. നീ കള്ളി അന്നക്കുട്ടിക്ക് ഇവർക്ക് ഗ്രാൻഡ് പ്രൈസ്. ഇവിടെ ആക്ച്വലി നമ്മൾ ഹെൽപ്പ് ചെയ്താണ് കേട്ടോ പിള്ളേർ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇവര് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ലൂക്കയ്ക്ക് എത്ര എണ്ണം കിട്ടി? ലൂക്ക ടോട്ടല് 2 ചോക്ലേറ്റ്സ്. കുഞ്ഞമർത്ത് എത്ര എണ്ണം കിട്ടി? 2. അന്നക്കൊച്ചിന് എത്ര എണ്ണം കിട്ടി? ഓ അന്നക്കൊച്ചിന് 4 ഉണ്ടോ? ഏറ്റവും കൂടുതൽ അന്നക്കൊച്ചിനാട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഗ്രാൻഡ് പ്രൈസ് നമ്മൾ ഷെയർ ചെയ്യാം അല്ലേ? എന്റെ പോക്കറ്റ് നോക്കി കുഞ്ഞു പറയാം. എടുക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഷെയർ. അവൾക്ക് അത് വേണ്ട. ഒരു കാര്യം ഷെയറിങ്ങാ. സിസിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. സിസി അത് പൊട്ടിച്ച് എല്ലാവർക്കും തരും. എടി കള്ളന്റെ താക്കോലല്ലേ? അത് എല്ലാരും കിട്ടി ചോക്ലേറ്റ് പോക്കറ്റ് കിട്ടോ. സിസി പൊട്ടിച്ച് എല്ലാരും ഞങ്ങൾക്കും തരാം കേട്ടോ. ലൂക്ക തിന്നോടാ. തിന്നോ നീ? എങ്ങനെയുണ്ട്? ആ ഒരെണ്ണം കുഞ്ഞാപ്പൂന് കിട്ടി. അല്ല വേറെ കാര്യം അറിയോ? ചോക്ലേറ്റ് എല്ലാം സെലക്ട് ചെയ്ത ഒരാളാ. എല്ലാവർക്കും കൊടുക്കും. പപ്പയ്ക്കും മമ്മിക്കും എല്ലാവർക്കും കൊടുക്ക്. അത് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്താൽ മതി. ഒരെണ്ണം കട്ട് ചെയ്തിട്ട്. ചോക്ലേറ്റ് ഫാക്ടറി ആണോ ലൂക്ക? ലൂക്ക ഒന്ന് തുറന്നു കൊടുക്കാ. ലൂക്ക ഒരു ചോക്ലേറ്റ് പോയ വഴി കണ്ടില്ല കേട്ടോ. താങ്ക് യു. ഹാപ്പി ഈസ്റ്റർ. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ. അഞ്ചു ഹാപ്പി ഈസ്റ്റർ പറ എല്ലാവർക്കും. ഹാപ്പി ഈസ്റ്റർ. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. അന്നക്കൊച്ചേ ഹാപ്പി ഈസ്റ്റർ. അവനെ കൊണ്ടൊന്ന് പറയിപ്പിക്കും. അവൻ കൂടെ പറയിപ്പിക്കാൻ. അവന്റെ വാ നോക്കി ലൂക്ക ഹാപ്പി ഈസ്റ്റർ പറഞ്ഞേ. കുഞ്ഞുമറി ഹാപ്പി ഈസ്റ്റർ പറഞ്ഞേ. പണി തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുമറി ആദ്യമായിട്ടായിരിക്കും ചോക്ലേറ്റ് ഇങ്ങനെ കഴിക്കുന്നത്. 2-3 പ്രാവശ്യം. 1-2 പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ പിള്ളേരാ. അമ്മയ്ക്ക് കൊടുത്തില്ല? അമ്മയ്ക്ക് ചോക്ലേറ്റ് കഴിച്ച് മൈഗ്രെയിൻ വരാൻ ചാൻസ് ഉണ്ടല്ലേ? അറിയത്തില്ല. ഞാൻ ചോക്ലേറ്റ് കഴിക്കണല്ലോ. ഞാൻ ചോക്ലേറ്റ് കഴിക്കണല്ലോ. ഒരു വർഷത്തിന് ശേഷം 1-2 വർഷം കഴിക്കും. ഭയങ്കര മധുരം. ചോക്ലേറ്റ് മധുരമായിട്ടോ? ആലോചിക്കാം. ചായ ഇട്ടുതരാം. ചായ മതിയോ? അപ്പൊ ഇതാണ് ഈസ്റ്റർ എഗിന്റെ പിള്ളേരുടെ ഇന്നത്തെ എന്റർടൈൻമെന്റ്. ഇനി എല്ലാ ദിവസവും ഒരു ഹാബിറ്റ് ആക്കിയേക്കാൻ. എടാ നിനക്ക് ആരും തന്നില്ല ചോക്ലേറ്റ്. കൊച്ചിന് ആരും തന്നില്ല. കൊച്ചിന് ചോക്ലേറ്റ്. ചോക്ലേറ്റ് വേണോ? ചോക്ലേറ്റ് വേണം. ഇച്ചിരി വേണോ? എവിടെയാ ഇച്ചിരി ഉള്ളത്? കൊടുക്കണം ഇച്ചിരി. കുഞ്ഞു പീസ് കുഞ്ഞു പീസ് എന്തായാലും ഭാവി തിന്നാനുള്ള. ഓ ഓ ഓ ഇനി